കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവർ ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്കണമെന്നും എന്ത് അഗ്രസീവായിട്ടാണ് ഡിവൈഎഫ്ഐ സമൂഹത്തിൽ ഇടപെടുന്നതെന്നും കണ്ടുപിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യോഗത്തിൽ വെച്ച് തന്നെ പറഞ്ഞത് തെരുവിലേക്ക് നോക്കിയാൽ യൂത്ത് കോൺഗ്രസിനെ കാണാമെന്നാണ്. യൂത്ത് കോൺഗ്രസിനെ എവിടെയൊക്കെ കാണാമെന്നും എന്താണ് അവരുടെ പരിപാടിയെന്നും ദാ കണ്ടു. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടി 2.5 കിലോയ്ക്കടുത്ത് കഞ്ചാവ് കണ്ടെടുത്തു. ഇന്നലെ രാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്നും എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. 40 കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തിരുവനന്തപുരത്ത് പിടിയിലായ സിവിക്കര മണ്ഡലം സെക്രട്ടറി ഷൈജു ആണ് എക്സൈസിന്റെ വലയിലായത്. അടുത്തിടെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സെക്രട്ടറിയായി ജയിച്ച ഷൈജു പുതുവത്സരത്തിന് കുറച്ചധികം പണം സ്വന്തമാക്കാനാണ് ഇടനിലക്കാരെയെല്ലാം ഒഴിവാക്കി നേരിട്ട് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ചത്. വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ്. കഞ്ചാവ് കേസിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇത്തവണ തിരുവനന്തപുരത്തെ സജീവ പ്രവർത്തകരും അരുവിക്കര മണ്ഡലം സെക്രട്ടറിയുമായ ഷൈജു മാലിക്കാണ് അറസ്റ്റിലായിരിക്കുന്നത്. കഞ്ചാവ് കേസിൽ 1 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി. സമാധാനമായല്ലോ.